കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ 56 ഡിവിഷനുകളിലും സമഗ്ര വികസനമാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യമെന്ന് കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞു. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മേയർ. എല്ലാ മേഖലകളിലും സമഗ്ര വികസനം നടത്താൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ഉൾക്കൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനാണ് തീരുമാനമെന്നും അവർ പറഞ്ഞു. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുമ്പോൾ തനത് വരുമാനം നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഇനിയുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത് തനത് വരുമാനം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നല്ല പദ്ധതി ആസൂത്രണം ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ആ തരത്തിൽ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള വ്യാപാര സമുച്ചയങ്ങൾക്ക് തന്നെ പ്രാധാന്യം നൽകുക എന്നും നമ്മുടെ ലക്ഷ്യമാണ്. പ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഏറ്റവും ആദ്യം തന്നെ ചെയ്തിട്ടുള്ളത് വിവിധ സംഘടനകളുമായി സംസാരിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളമെന്ന സ്വപ്നം കഴിഞ്ഞ ഭരണസമിതി നടപ്പിലാക്കി കഴിഞ്ഞു. പടന്നപ്പാലത്തെ മലിനജല സംസ്കരണ പ്ലാന്റ് മോഡൽ മറ്റ് വാർഡുകളിലേക്കും വ്യാപിപ്പിക്കും. അജൈവ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് പുറമെ ജൈവ മാലിന്യ പ്ലാന്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനായി എല്ലാവരുമായി ചർച്ച നടത്തി നയപരമായ തീരുമാനം കൈക്കൊള്ളുമെന്നും മേയർ വ്യക്തമാക്കി. ജവഹർ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കും. സ്ഥലം MP ഇതിനായി പ്രത്യേകം താൽപ്പര്യമെടുത്തിട്ടുണ്ട്. തെരുവ് വിളക്കുകളില്ലാത്ത കോർപ്പറേഷൻ പരിധിയിലെ എല്ലാ വാർഡുകളിലും ലൈൻ വലിച്ച് തെരുവ് വിളക്കുകൾ സ്ഥാപിക്കും. പയ്യാമ്പലത്തെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട് പരിസരവാസികൾക്കുള്ള പരാതി പരിഹരിക്കുന്നതിനായി ആധുനിക രീതിയിലുള്ള കേന്ദ്രത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുമ്പേ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ച് 6 മാസത്തിനുള്ളിൽ സെമിനാർ നടത്തും. താഴെച്ചുവയിൽ തുടങ്ങിയതുപോലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് അനുഭവപ്പെടുന്ന പ്രധാന വെല്ലുവിളി ഒരു പൊതു ശുചിമുറി ഇല്ലെന്നതാണ്. ഇതിന് പരിഹാരമുണ്ടാകും. ഇതിനായി സന്നദ്ധ സംഘടനകളുടെ സഹായവും തേടും. 2 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും ശുചിമുറി നിർമ്മിക്കുക. ഇതോടൊപ്പം പാറക്കണ്ടിയിൽ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ജനകീയ ഹോട്ടലും ഉടൻ ആരംഭിക്കുമെന്നും മേയർ കൂട്ടിച്ചേർത്തു. SDP പ്ലാന്റ് മാതൃകയിൽ കക്കൂസ് മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും ഡയപ്പർ കളക്ഷൻ പദ്ധതിയും തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നഗരത്തിൽ എല്ലാ സ്ഥലത്തും ഭീഷണിയാവുന്ന തെരുവ് നായ്ക്കളുടെ കാര്യത്തിലും കോർപ്പറേഷൻ നടപടിയെടുത്തിട്ടുണ്ടെങ്കിലും മൃഗസ്നേഹികളുടെ ഇടപെടലാണ് പ്രശ്നമെന്നും മേയർ പറഞ്ഞു. കോർപ്പറേഷന്റെ പ്രധാന വരുമാനമെന്നത് നികുതി തന്നെയാണ്. തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ വ്യാപാര സമുച്ചയങ്ങൾ വേണം. പഴയ ബസ് സ്റ്റാൻഡിലെ കെട്ടിടങ്ങളും കാൽടെക്സിലുള്ള കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായ കെട്ടിടവും പൊളിച്ചു നീക്കി ആധുനിക രീതിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കും. ഇതിനിടെ പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥരില്ലാത്തത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ്. നികുതി പിരിവുകളും പദ്ധതി പൂർത്തീകരണങ്ങളും മാർച്ച് മാസത്തിന് മുമ്പേ പൂർത്തീകരിക്കേണ്ടതുണ്ട്. എന്നാൽ കോർപ്പറേഷനോട് സർക്കാർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന്റെ പേര് പറഞ്ഞ 27ഓളം ഉദ്യോഗസ്ഥരെയാണ് സർക്കാർ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഒരു അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കൂടി സ്ഥലം മാറ്റമുണ്ടെന്നാണ് അറിയുന്നത്. ഇതിനെതിരെ തിരുവനന്തപുരത്ത് സമരത്തിന് പോകേണ്ടി വരുമെന്നാണ് കരുതുന്നതെന്നും മേയർ പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.